സൂപ്പർ താരങ്ങളെല്ലാവരും ബോക്സ് ഓഫീസിൽ പോരാടിയ ഒരു ക്രിസ്മസ് സീസൺ 1991 ക്രിസ്മസ്. ആ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് പല ജോണറിലുള്ള സിനിമകളാണ് തിയേറ്ററിൽ എത്തിയിരുന്നത്. അപ്പൊ ആ ഒരു സിനിമകളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ഒരു സിനിമ ആ ക്രിസ്മസ് സീസണിൽ തിയേറ്ററിലെത്തി. ഹിറ്റ് കോംബോ പ്രിയദർശൻ മോഹൻലാൽ. അഭിമന്യു, കിലുക്കം എന്ന സിനിമ ആ വർഷം തന്നെ ആ ഓണത്തിന് ഇറങ്ങി സൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഒന്നിച്ച സിനിമയാണ് അഭിമന്യു. ടി ദാമോദരന്റെ സ്ക്രിപ്റ്റാണ്. ഇതിനു മുമ്പ് ആര്യൻ എന്ന സിനിമയൊക്കെ ടി ദാമോദരൻ്റെതായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷം ഒരുപാട് സിനിമകൾ, കാലാപനം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമ അന്ന് ത്രൂ ഔട്ട് ഒരു ബോംബെയിലൊക്കെ ഷൂട്ട് ചെയ്ത ഒരു അണ്ടർവേൾഡ് ഒരു സെറ്റപ്പിലുള്ള ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു സിനിമയായിരുന്നു. അതിൽ ആ സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നു രാമായണക്കാറ്റ് എന്ന പാട്ടാണ്. ആ ഒരു സിനിമയിൽ ശങ്കർ ഒരു ഗ്യാപ്പിനെ, എനിക്ക് ശങ്കർ കിഴക്കൊണ്ടൊരു പക്ഷി, അഭിമന്യു, രണ്ട് സിനിമ 91 മോഹൻലാലിന്റെ കൂടെ നായകനായിട്ട് അഭിനയിച്ചിരുന്ന ശങ്കർ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്ന് അഭിനയിച്ച സിനിമയായിരുന്നു കിഴക്കൊണ്ടൊരു പക്ഷി. അത് വലുതായിട്ട് വിജയിച്ചില്ല. പിന്നെയാണ് അഭിമന്യു. അഭിമന്യു സിനിമ അന്ന് വിജയിച്ചൊരു സിനിമ തന്നെയാണ്. അന്ന് ആ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ്, അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട്. പക്ഷെ ബഡ്ജറ്റിനൊക്കെ ബ്രേക്ക് ഈവൺ ആയിരുന്നു. അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. VBK മേനോനാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് നമുക്കറിയാം, മോഹൻലാൽ മരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അന്ന് ഓഡിയൻസിന് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അത് കിലുക്കൊന്നും പോലെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ അല്ലെങ്കിൽ ഒരു ആര്യൻ പോലത്തെ ഒരു ലെവലിലോട്ടൊന്നും ആ ഒരു സിനിമ എത്തിയിട്ടില്ല. എന്തായാലും നല്ലൊരു സിനിമ തന്നെയായിരുന്നു. നല്ലൊരു സ്റ്റാർ കാസ്റ്റും പാട്ടുകളും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആ സിനിമ കണ്ടത് തൃശ്ശൂര് ചാലക്കുടി സുരഭി തിയേറ്ററിലാണ്. ഞാനൊക്കെ ചെറിയ കുട്ടി, 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയമാണ്. എനിക്കന്ന് മോഹൻലാലൊക്കെ ക്ലൈമാക്സ് മരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമായിരുന്നു. ആ സിനിമ അത് കഴിഞ്ഞിട്ട് പിന്നീട് പല ഭാഷകളിലേക്ക് വന്നിട്ടുണ്ട്. തലൈനഗരം എന്ന 2006 സിനിമയാണ്. നമ്മുടെ സുന്ദർ സിയാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ സിനിമ ഏകദേശം ഇതിന്റെ കഥയൊക്കെ ആയിട്ടൊക്കെ ഒരു സാമ്യമുണ്ട്. പിന്നെ തെലുങ്കിലും ആ ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ട്. അത് ശരിക്കും തലൈനഗരത്തിന്റെ ഒരു റീമേക്ക് എന്ന രീതിയിലാണ് തെലുങ്കിൽ വന്നിരിക്കുന്നത്. അത് ശ്രീകാന്തും ജഗപതി ബാബുവും ഒക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ മോഹൻലാലിൻ്റെതായിട്ട് ക്രിസ്മസിന് ഇറങ്ങിയ ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ഇടം നേടിയ ഒരു സിനിമ തന്നെയായിരുന്നു അഭിമന്യു. പക്ഷെ അഭിമന്യുവിനെക്കാട്ടും കൂടുതൽ ശരിക്കും ലാഭം കിട്ടിയ ഒരു സിനിമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ക്രിസ്മസിന് തന്നെ ഇറങ്ങിയ സാന്ത്വനമാണ്. സിബി മലയിൽ സംവിധാനം ചെയ്ത് ജെ പള്ളശ്ശേരി എഴുതിയ സിനിമയാണ്. അത് ശരിക്കും ഒരു തെലുങ്ക് സിനിമയുടെ ഒരു റീമേക്ക് തന്നെയാണ്. അക്നേനി നാഗേശ്വറാവു, മീനയൊക്കെ അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. ഈ സിനിമയിൽ അത് നെടുമുടി വേണു, മീനയും അതുപോലെ തന്നെ ഭാരതി എന്ന അന്യഭാഷ നടിയാണ്, അവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ മോഹൻ സിത്താരയുടെ ഉണ്ണി വാവാവോ എന്നുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ട് തന്നെ ആ സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോഴും ആ പാട്ട് ഹിറ്റാണ്. ആ സിനിമയിൽ ശരിക്ക് ഒരു ഫാമിലി മോഡിലുള്ള ഒരു സിനിമയാണ്. കുറെ ഇമോഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ സുരേഷ് ഗോപി ഉണ്ട്. സുരേഷ് ഗോപി പക്ഷേ ഒരു ക്യാമിയോ, ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോൾ എന്ന് വേണമെങ്കിൽ സുരേഷ് ഗോപിന്റെ ആ ഒരു ക്യാരക്ടറിന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ കുറെ മുമ്പാണ് ആ ഒരു സിനിമ കണ്ടിട്ടുള്ളത്. എന്തായാലും ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഭയങ്കര സക്സസ് ആയിരുന്നു. ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്തുകൊണ്ടായിരിക്കാം ലാഭം കിട്ടി. സിബി മലയിൽ അന്ന് മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ വെച്ച് സിനിമകൾ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ സിനിമ. അന്ന് ഒരു വർഷം 3 സിനിമയൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ വിഷുവിനും അന്ന് മോഹൻലാൽ സിബിമലയിൽ ലോഹിദാസിന്റെ ഒരു സിനിമ ഉണ്ടാവും. അതിന്റെ ഒപ്പമാണ് ഇങ്ങനത്തെ സിനിമകളൊക്കെ അന്ന് സിനിമലയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു സിനിമ കിലുക്കാമ്പെട്ടിയാണ്. കിലുക്കാമ്പെട്ടി ഷാജി കൈലാസിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. ജയറാം, ജഗതി, എനിക്ക് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജഗതി ആണ്. ജഗതി പൂണ്ടുകളായിട്ടുള്ള സിനിമയാണ്, ബേബി ഷാമിലി. ആ ഒരു സിനിമ അന്ന് ഒരു ഹോളിവുഡ് സിനിമയുടെ ചെറിയൊരു ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അന്ന് അതേപോലത്തെ ഒരു കഥ കമൽഹാസൻ, ഡിംപിൾ കപ്പാടിയ, നമ്മുടെ സംവിധായകൻ കമൽ ചെയ്യുന്നു. മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവർ ഈ ഒരു സിനിമ തുടങ്ങിയതുകൊണ്ട് ആ സിനിമ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്. കമൽഹാസന്റെ ഒരു സിനിമ. രണ്ടും ഏകദേശം ആ ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ത്രെഡ് നിന്ന് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും കിലുക്കാമ്പെട്ടി അല്ലെ പച്ചക്കറിക്കായൽ എന്നുള്ള ആ ഒരു പച്ചക്കറിക്കായ എന്നുള്ള ആ പാട്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ ആ സിനിമയെ കുറിച്ച് കൂടുതൽ ഓർക്കുന്നത്. അന്ന് ആ സിനിമ തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയമല്ലായിരുന്നു സിനിമ. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. തൃശ്ശൂർ ജോസ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ എന്തുകൊണ്ടായിരിക്കാം എന്നറിയില്ല. എന്തായാലും ആ സിനിമ അന്ന് തിയേറ്ററിൽ അങ്ങനെ ഒരു സൂപ്പർ ഹിറ്റ് ആയില്ല. ഷാജി കൈലാസ് അന്ന് കുറെ സിനിമകൾ ചെയ്തതിൽ ഒരു സിനിമ അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊരു സിനിമയാണ് ഇരിക്കു MD അകത്തുണ്ട്. ആ സിനിമ PG വിശ്വംഭരൻ, കല്ലൂർ ഡെന്നിസ് കൂട്ടുകെട്ട്, ഇവര് സുപ്രധാന സിനിമകളൊക്കെ ചെയ്തിരുന്ന 80കളിൽ. പിന്നീടാണ് അവര്
മുകേഷ് ജഗദീഷ് സിദ്ദിഖ് ആ ഒരു കോമ്പോനെ വെച്ചിട്ടുള്ള സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു അത്. മുകേഷും സിദ്ദിഖും സൈനുദ്ദീൻ സായി കുമാർ ഇവരെല്ലാരും കൂടി അഭിനയിച്ച സിനിമയാണ്. അത് ശരിക്കും ഒരു ഹ്യൂമർ സിനിമയാണ്. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ അതൊരു ത്രില്ലർ, ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു രീതിയിലോട്ടൊക്കെ ആ സിനിമകൾ വരും. ഋഷഭാവ അതിന് ശേഷം കുറെ വില്ലൻ പാറ്റേണിലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഋഷഭാവ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സിനിമ തന്നെയായിരുന്നു ഇരിക്കൂ എം ഡി അകത്തുണ്ട്. പക്ഷെ ആ സിനിമ അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ക്ലിക്കായില്ല. കുറെ സിനിമകൾ, ആ മിമിക്സ് പരേഡും കാസർഗോഡ് കാതർബായി, കുറെ സിനിമകൾ നമുക്കറിയാം. ഇവരുടെയൊക്കെ ഈ ഒരു 3-4 പേര് ഒരു പെട്ടി അല്ലെങ്കിൽ ഒരു കുട്ടി എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണുകളുടെ ലൈഫിൽ വരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ സിനിമകളുണ്ട്. അതിലൊരു പെട്ടൊരു സിനിമ തന്നെയാണ്. ഞാൻ ആ സിനിമയൊക്കെ അന്ന് പിന്നെ ഒരു കാസറ്റ് ഒക്കെ എടുത്തിട്ടാണ് അന്ന് കണ്ടിട്ടുള്ളത്. ടി വിയിലൊക്കെ എനിക്ക് ഇടയ്ക്ക് വരാറുണ്ട്. അന്ന് ടി വിയിലും ഒക്കെ പലപ്പോഴും വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ എന്നാലും കണ്ടിട്ടില്ല. തിയേറ്റർ അങ്ങനെ വലിയ വിജയവുമായ സിനിമയല്ല. ഈ ഒരു ക്രിസ്മസ് സീസണിൽ ആ ഒരു ഡിസംബർ മാസം ഈ മലയാള സിനിമകൾ കൂടാതെ ആ ഒരു നവംബറിൽ റിലീസായ ഒരു സിനിമയുണ്ട്, ദളപതി. ഈ ഒരു ഡിസംബറൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ പല ബി സെന്റേഴ്സിലും സി സെന്റേഴ്സിലൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്ന് പിന്നീട് ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്, അന്ന് ദളപതി തമിഴ്നാട്ടിൽ ഇറങ്ങി, അത് കഴിഞ്ഞ് ഇവിടെ കേരളത്തിൽ ഇറങ്ങി. പക്ഷെ ഇവിടുത്തെ കുറെ ബി സെന്റേഴ്സിലും സി സെന്റേഴ്സിലൊക്കെ കുറെ കാലം അത് മാറി മാറി കളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അന്നൊക്കെ പല സിനിമകളും നമ്മൾ സ്ഫടികമൊക്കെ കാണുമ്പോൾ സ്ഫടികത്തിൽ ദളപതിയിലെ ഒരു തിയേറ്ററിൽ ഇരുന്ന് അവർ കാണുന്നതുണ്ട്. അതൊരു ബി ക്ലാസ് തിയേറ്ററിൽ ഇരുന്ന് സ്ഫടികം സിനിമ കാണുന്നതായിട്ടുണ്ട്. പല പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കുറെ കാലം സ്ഫടികം, അന്ന് ഈ പെട്ടിയാണല്ലോ, അപ്പൊ പെട്ടിയൊക്കെ കുറെ തിയേറ്ററുകളിലേക്കൊക്കെ കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് ഓടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്തതിലോടും. അങ്ങനെ ഓടിയ ഒരു സിനിമയായിരുന്നു ദളപതി. അത് ആ ഒരു 91 ഡിസംബർ മാസം നമ്മുടെ ഇവിടുത്തെ പല സി ക്ലാസ് സെന്റേഴ്സിലോ ബി സെന്റേഴ്സിലോ അന്ന് ദളപതിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സിനിമകളാണ് ആ ഒരു 91 തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ. അപ്പൊ ഇതില് ഒരു വിന്നർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സാന്ത്വനം തന്നെയായിരിക്കും ഒരു ലാഭമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിന്നർ. അഭിമന്യുവും ഒപ്പത്തിനൊപ്പം തന്നെയുണ്ട്. വിജയിച്ച സിനിമയാണ് അഭിമന്യുവില്. മോഹൻലാലിന് ആ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമകളിൽ അഭിമന്യു, ഉള്ളടക്കം, കിലുക്കം, ഈ 3 സിനിമകൾക്ക് കൂടിയിട്ടാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. നാഷണൽ അവാർഡ് കിട്ടിയത് ഭരതമാണ്. അത് നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ ഭരതം, അതിൽ ഈ സിനിമകളൊന്നുമില്ല. സ്റ്റേറ്റ് അവാർഡിൽ ഭരതവും ഇല്ല. അത് എന്താണെന്ന് അറിയില്ല. രണ്ടും രണ്ട് ജൂറിയുടെ തീരുമാനങ്ങളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ അന്ന് അഭിമന്യു തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, കിലുക്കാമ്പട്ടിയും തിയേറ്റർ കണ്ടിട്ടുണ്ട്. വേറെ സിനിമകളൊന്നും തിയേറ്ററിൽ കണ്ടതായിട്ട് ഓർമ്മയില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യുക. മാപ്സ്റ്റിക് മീഡിയ നമ്മുടെ വായനാപ്രേമികൾക്ക് വേണ്ടി ഒരു ഓഫറായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ എഴുതിയ പുതിയ പുസ്തകമാണ് തെമ്മാടിയുടെ മോള്. മാൻകൈൻ ലിറ്ററേച്ചർ പബ്ലിഷ് ചെയ്ത 5 ചെറുകഥകളാണ്. അപ്പോൾ ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതായത് ഈ വീഡിയോൻ്റെ അടിയിൽ തെമ്മാടിയുടെ മോള് എന്ന ടൈറ്റിലിനെ കുറിച്ച് നിങ്ങൾ മനോഹരമായ 2-3 വാചകങ്ങൾ എഴുതുക. നിങ്ങൾ പലരും ഈ പുസ്തകം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് പേര് വായിക്കാനിരിക്കുന്നുണ്ടാവും. എന്തായാലും വായിച്ചവരാണെങ്കിൽ അതിൻ്റെ കഥയെക്കുറിച്ചോ എന്തുമാവാം നിങ്ങൾക്ക് തോന്നുന്ന 2-3 മനോഹരമായ വാചകങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് അടുത്തറിയാവുന്ന പുസ്തകപ്രേമികൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏകദേശം ഒരാഴ്ചയാണ് ഇതിന് സമയമുള്ളത്. അതായത് ജൂൺ 26 വരെ നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാപ്സ്റ്റിക് മീഡിയ അതൊന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഈ പുസ്തകം ഗീവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. ഇനി നിങ്ങൾ പുസ്തകം വായിക്കുന്നവരല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് വാങ്ങി ഗിഫ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സമയം കളയേണ്ട, ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ട ശേഷം ഇപ്പം തന്നെ നിങ്ങളതിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും അത് ഷെയർ ചെയ്യാം. മറക്കണ്ട, തെമ്മാടിയുടെ മോള്, അതാണ് ടൈറ്റിൽ.